ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട വർദ്ധിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ വൻ വർധന. പുതിയ സർക്കാരിൻ്റെ കാലത്തെ വർധന 7 ഇരട്ടിയിലേറെയാണ്. 2024 ഹിന്ദുക്കൾക്കെതിരെ 2200 ആക്രമണങ്ങൾ ഉണ്ടായി. 2023 ഹിന്ദുക്കൾക്കെതിരായ ആക്രമണ കേസുകൾ 302 ആണ്. ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട 112 ആക്രമണങ്ങൾ പാകിസ്ഥാനിലും നടന്നു. വിദേശകാര്യ സഹമന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ. കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു, ബംഗ്ലാദേശിലേത് ഭീകരർ നിയന്ത്രിക്കുന്ന പാവ സർക്കാരാണെന്ന്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുതന്നെയല്ലേ? കൃഷ്ണരാജ്, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന 2 രാജ്യങ്ങളാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ളത്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഈ വിദേശകാര്യ സഹമന്ത്രി തന്നെ രാജ്യസഭയിൽ നൽകിയിട്ടുള്ള ഈ കണക്കിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമാണ്. അതിന്റെ കണക്കുകളാണ് വളരെ ഞെട്ടിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ 2200 അക്രമ സംഭവങ്ങൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. 2022 ഇത് 47-ഉം 2023 കഴിഞ്ഞ വർഷം ഇത് 302-മാണ്. അതിൽ നിന്നാണ് 2200 കേസുകൾ ബംഗ്ലാദേശിൽ ഈ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഈ വർഷം നടന്ന ചില സംഭവ വികാസങ്ങളാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നേതൃത്വത്തിൽ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സർക്കാരിനെ അട്ടിമറിച്ചു. ഷെയ്ഖ് ഹസീന താരതമ്യം ചെയ്യുമ്പോൾ ഒരു ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അങ്ങനെ പെട്ടെന്ന് വിധേയപ്പെടാത്ത ഒരു നേതാവാണ്. അവാമി ലീഗിന്റെ ഒരു പൊതു പാരമ്പര്യവും അതുതന്നെയാണ്. അങ്ങനെയുള്ള നേതാവിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി അവരുടെ ഭവനം വരെ കൊള്ളയടിച്ചാണ് ഷെയ്ഖ് ഹസീനയെ അവർ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയത്. പിന്നീട് ഹസീന ഭാരതത്തിൽ അഭയം തേടിയ വസ്തുതയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അതിനുശേഷമാണ് ബംഗ്ലാദേശിൽ ജിഹാദികൾ വ്യാപകമായ അക്രമം ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാലാണ് വലിയൊരു വർധനവ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. 2200 കേസുകൾ ഈ 2024 വർഷത്തിൽ മാത്രം നടക്കുകയാണ്. അത് വിവിധ കേസുകളാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതുണ്ട്, സന്യാസിമാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളുണ്ട്, ഹിന്ദു സ്ത്രീകളെ മാനഭംഗം ചെയ്യുക, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ. പലപ്പോഴും ഹിന്ദു ഭവനങ്ങളിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ, അതോടൊപ്പം വീടുകൾ കൂട്ടത്തോടെ തീയിടുന്ന സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ ഈ 2200 എണ്ണം ഈ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, നമുക്കറിയാം ഈ 2 രാജ്യവും അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് മത അടിസ്ഥാനത്തിൽ രാഷ്ട്ര വിഭജനം കോൺഗ്രസിന്റെ കാലത്ത് നെഹ്റുവിന്റെ കാലത്ത് നടത്തിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ മത അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ നിന്നും പിളർന്നു പോയ 2 ഭാഗങ്ങൾ, അതിൽ മറ്റൊന്ന് പാകിസ്ഥാനാണ്. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും ഹൈന്ദവ സമൂഹത്തിന് നേരെ വലിയ അക്രമം നടക്കുന്നുണ്ട്. അവിടുത്തെ കണക്കുകൾ 112 കേസുകളാണ് ഇതുവരെ 2024 ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2022 പാകിസ്ഥാനിലെ കണക്ക് നോക്കാം. 241 അക്രമ കേസുകൾ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. 2023 കഴിഞ്ഞ വർഷം അത് 103 ഈ വർഷം അത് 112 അപ്പോൾ ഈ 112, 103 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു വസ്തുത, പാകിസ്ഥാനിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പെർസെൻറ്റേജ് എണ്ണം എന്ന് പറയുന്നത് കേവലം 1.6% മാത്രമാണ്. ഈ 1.6% നേരെയാണ് ഈ ഇത്രയധികം അക്രമ സംഭവങ്ങൾ ഈ ഒരു വർഷത്തിനകത്ത് പാകിസ്ഥാനിൽ ജിഹാദികൾ നടത്തിയിരിക്കുന്നത് എന്നത് എടുത്തു പറയണം. ബംഗ്ലാദേശിലും ഹിന്ദു സമൂഹം 10% പോലും ഇല്ല. അവിടെ 7.95% ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ. അപ്പോൾ അത്രത്തോളം ജനസംഖ്യ കുറവുള്ള 2 രാജ്യങ്ങളിൽ, ആ 2 രാജ്യങ്ങളിലും വളരെയധികം ജനസംഖ്യ കുറവാണ് ഹൈന്ദവ സമൂഹം. ആ ശേഷിക്കുന്ന സമൂഹത്തെ കൂടി ഇല്ലാണ്ടാക്കുക എന്ന് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതെന്ന് ഈ കണക്കുകൾ അടിവരയിട്ട് പറയുകയാണ്. കൃഷ്ണരാജ്. ഗൗതം, ഈ ബംഗ്ലാദേശിൽ അടുത്തിടെയായും പാകിസ്ഥാനിൽ വളരെ നേരത്തെയും എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി വ്യക്തമാകുന്നില്ലേ?
കൃഷ്ണരാജ്, അത് കൃത്യമാണ്. അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്നാണല്ലോ സ്വാഭാവികമായും ഈ രണ്ട് രാജ്യങ്ങൾ പിറവിയെടുക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്ര വിഭജനത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയെ പോലുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കായി പ്രത്യേക മതരാഷ്ട്രം വേണം എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയെ പോലുള്ളവർ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ഭാരതത്തിനകത്ത് ഇനി മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അവർക്ക് സെപ്പറേറ്റ് രാഷ്ട്രം വേണമെന്ന വാദത്തിന്, മുസ്ലിം ലീഗിന്റെ വാദങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര സംഘടനകൾ പിന്തുണ നൽകുന്നു. പിന്നീട് നെഹ്റുവിനെ പോലുള്ള നേതാക്കൾ ആ വിഭജനത്തെ അനുകൂലിക്കുകയും ഗാന്ധി ആദ്യഘട്ടത്തിൽ എതിർത്ത് പിന്നീട് നെഹ്റുവിന് വഴങ്ങി ആ വിഭജനത്തിന് കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തതാണ് ഭാരതത്തിന്റെ രാഷ്ട്ര വിഭജനത്തിന്റെ ദുഃഖകഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിനുശേഷം പിറവിയെടുക്കുമ്പോൾ ഭാരതം അതിന്റെ മതേതരത്വ സ്വഭാവം നിലനിർത്തി എന്നത് വസ്തുതയാണ്. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന് ഇല്ലാത്ത പല ആനുകൂല്യങ്ങളും ന്യൂനപക്ഷത്തിന് കിട്ടുന്ന ഒരു വളരെ വിചിത്രമായ ഒരു രാഷ്ട്രമാണ് ഭാരതം. കാരണം ഭൂരിപക്ഷത്തിന് ഇല്ലാത്തതായ അവകാശങ്ങൾ പോലും ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നാം നൽകുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഭാരതം ആ കാര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അതായത് ന്യൂനപക്ഷങ്ങൾ അത്രത്തോളം സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്, മതേതര സ്വഭാവം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. പക്ഷേ ഇവിടെ നിന്നും പിളർന്നു പോയ മറ്റു ഭാഗങ്ങൾ, അത് പാകിസ്ഥാൻ ആണെങ്കിലും ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ആണെങ്കിലും, അവിടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒരു സ്ഥാനവുമില്ല. കാരണം അതൊരു മതരാഷ്ട്രമായി നിലനിൽക്കുകയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭരണഘടനയിൽ തന്നെ അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പൊതു സ്വഭാവം അവിടെ ജനാധിപത്യം ഉണ്ടാകാറില്ല. മാത്രമല്ല അവിടെ ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മുഴുവൻ 100% ഇസ്ലാം ആകണം എന്നതാണ് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വാദം. ബംഗ്ലാദേശിന്റെയും സാഹചര്യം അതുതന്നെയാണ്. സ്വാഭാവികമായും അവിടെ ശേഷിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാം എന്നത് സംബന്ധിച്ചുള്ള ഗവേഷണമാണ് ഓരോ ദിവസവും ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്. അതിനാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇത് ആദ്യത്തെ സംഭവമല്ല. 1947 രാഷ്ട്ര വിഭജനത്തിന് ശേഷം ഇങ്ങോട്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളും ക്രൈസ്തവരും ബുദ്ധമതക്കാരും സിഖുകാരും ഒക്കെ വലിയ മതപരമായ വേട്ട നേരിട്ടു. മുസ്ലിങ്ങളിൽ തന്നെ ലിബറലുകളായിട്ടുള്ള അഹമ്മദിയകളും ഈ കൊടിയ മതപീഡനത്തിന് പാകിസ്ഥാനിൽ ഇരകളാക്കപ്പെട്ടവരാണ്. അതിനാൽ ആ രാജ്യത്തിന്റെ പൊതു സ്വഭാവം തന്നെ അതാണ്. അത് ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ് ഇവയെല്ലാം. അതിനാൽ അവിടെ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമായും തുടർന്നുകൊണ്ടിരിക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ രാജ്യസഭയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കിയത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഈ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും കഴിഞ്ഞ 3 വർഷം ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് എഴുതി നൽകിയ മറുപടിയിലാണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഈ കടന്നുപോയ 3 വർഷത്തിൽ എത്ര അക്രമ സംഭവങ്ങൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടായി എന്നതിന്റെ കൃത്യമായ കണക്കുകൾ സഭയ്ക്ക് മുന്നിൽ വെച്ചത്. കൃഷ്ണരാജ്. ഗൗതം, എന്തുകൊണ്ട് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അവാമി ലീഗ് മാറ്റി നിർത്തപ്പെട്ടു എന്നതിൻ്റെ കൃത്യമായ ഉത്തരം കൂടിയാണ് ഹിന്ദുവേട്ടയ്ക്ക് വർധനവുണ്ടായെന്ന കാര്യം. കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് ഈ ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരിക്കലും ഷെയ്ഖ് ഹസീനയോട് ഒരു മൃദു സമീപനം ഉണ്ടായില്ല. കാരണം ഷെയ്ഖ് ഹസീന താരതമ്യം ചെയ്യുമ്പോൾ ലിബറൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള നേതാവാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ക്രൈസ്തവരുമൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളതല്ല. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തും അവിടെ ഹൈന്ദവ സമൂഹത്തിന് നേരെ കൊടിയ ആക്രമണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബീഗം കാളിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവാമി ലീഗിനൊരു മൃദു ഇന്ത്യ സമീപനം കുറേയൊക്കെ ഉണ്ട്. കാരണം അത് ആ പാർട്ടിയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് അവിടെ വിമോചന സമരം നടന്നത്. അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ സഹായിക്കുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ സൈന്യം ആ യുദ്ധത്തിൽ ഇടപെടുകയും പിന്നീട് പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് 13 ദിവസം നീണ്ട യുദ്ധങ്ങൾക്കൊടുവിൽ ഭാരതത്തിന്റെ 3800ഓളം സൈനികരുടെ ജീവത്യാഗത്തിന്റെ ഫലമായാണ് പിന്നീട് ബംഗ്ലാദേശ് എന്ന രാജ്യം
രൂപപ്പെട്ടതൊക്കെ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലെ മതതീവ്രവാദികൾ അതിനെപ്പോലും തള്ളി പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ഇന്ത്യക്ക് ഒരു ബന്ധവുമില്ലെന്നും ഇന്ത്യ അതിൽ ബംഗ്ലാദേശിന്റെ കേവലം സഖ്യമായിരുന്നു എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ മുസ്ലിം മതതീവ്രവാദികൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വസ്തുത എന്താണ് എന്നത് ചരിത്രം അറിയുന്നവർക്കറിയാവുന്നതാണ്. അതിൽ ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഇടപെടലിന്റെ ഫലമായി രൂപപ്പെട്ട ഒരു രാജ്യം മാത്രമാണ് ബംഗ്ലാദേശ് എന്നുള്ളത്. ഏതായാലും ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്വാഭാവികമായും അന്ന് ആ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഭാരതത്തോട് ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയത് അന്നത്തെ ഭാരതത്തിന്റെ സൈന്യമാണ്. അതിനാൽ സ്വാഭാവികമായും ഷെയ്ഖ് മുജീബുർ റഹ്മാനെ തന്നെ പിന്നീട് ഈ ബംഗ്ലാദേശിലെ മുസ്ലിം മതമൗലികവാദികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കയറി വധിച്ചതാണ്. അന്ന് ഷെയ്ഖ് ഹസീനയുടെ സഹോദരി ഷെയ്ഖ് രഹനയും അന്ന് ആ വീട്ടിൽ ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പത്നിയെയും അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനെയും ഒക്കെ അന്നത്തെ കൊലപാതകത്തിൽ ആ ആക്രമണത്തിൽ അവർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്ന് മുതൽ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിനും ഒരു ഇന്ത്യ അനുകൂല സമീപനമുണ്ട്. മതേതരത്വ സ്വഭാവം ഈ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഷെയ്ഖ് ഹസീനയോട് വലിയ വിരോധമായിരുന്നു. അവാമി ലീഗിന് തുടർച്ചയായി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുന്നതിൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ വലിയ തോതിൽ പ്രകോപിതരായിരുന്നു. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് ഒഴിവാക്കണം, തീവ്ര ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കി, അതായത് ഒരു ശരിയത്ത് നിയമം അനുശാസിക്കുന്ന, ഇന്ന് അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാടൻ നിയമങ്ങൾ നടപ്പാക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമി ലോകത്തെല്ലായിടത്തും സ്വപ്നം കാണുന്നത്. അവരുടെ ഹുക്കുമത്തെ ഇലാഹി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം തന്നെ ഹുക്കുമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിന്റെ രാഷ്ട്രം, അതല്ലെങ്കിൽ ശരിയത്ത് നിയമം അനുശാസിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നതാണ് ബംഗ്ലാദേശ് സ്വപ്നം കാണുന്നത്, ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കാണുന്നത്. അതിനാൽ തന്നെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നു. അതിന്റെ മുന്നൊരുക്കമായിട്ടാണ് മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയും അവർ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുകയും വലിയ ആക്രമണം ആദ്യഘട്ടത്തിൽ ഈ അവാമി ലീഗിനെതിരെ നടത്തുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് അവാമി ലീഗ് തകരുകയും ആ സർക്കാർ താഴെ വീഴുകയും ചെയ്തതിന്റെ രണ്ടാമത്തെ സ്റ്റേജായി പിന്നീട് ആ ആക്രമണം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിയുകയായിരുന്നു. കൃഷ്ണരാജ്, ഹൈന്ദവ വേട്ട വർദ്ധിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ വലിയ വർധനവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പുതിയ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഭീകരർ നിയന്ത്രിക്കുന്ന പാവ സർക്കാരിൻ്റെ കാലത്ത് 7 ഇരട്ടിയിലേറെയാണ് ഹിന്ദുവേട്ട വർദ്ധിച്ചത്. 2024 ഹിന്ദുക്കൾക്കെതിരെ 2200 ആക്രമണങ്ങൾ എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.